ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ റീനീറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവാം. അതുപോലെ നമ്മൾ NTA ഒഫീഷ്യൽ ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് എനിക്ക് ഇത്ര സ്കോർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ആ സ്കോർ വെച്ചിട്ട് എനിക്ക് എന്തായാലും ഞാൻ വിചാരിച്ചൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി ആ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി അടുത്തൊരു വർഷത്തേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത മക്കളുണ്ടാവാം. ഇനി ഇൻ കേസ് ചില ടെൻഷൻ തോന്നിയിട്ടൊക്കെ ആ ആൻസർ കീ നോക്കാത്ത മക്കളുണ്ടാവും അല്ലേ. സോ ഞാനൊരു വീഡിയോയിലൂടെ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മളെ വരാൻ പോകുന്ന നീറ്റ് 2027 എക്സാമിനേഷന് എങ്ങനെയായിരിക്കണം നമ്മൾ ഈ ഒരു വർഷത്തെ ജേണി, അതിലേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ വളരെ ശ്രദ്ധയോടെ 100% കോൺസെൻട്രേഷനോടെ ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ച്, ഇപ്പോൾ നീറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാണ്. നമുക്ക് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 22 ലക്ഷത്തിൽ ചില്ലാനും, അതായത് 23 ലക്ഷത്തിനോട് ചേർന്നിട്ടാണ് നീറ്റ് ആസ്പിരൻസ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30,000 ഉള്ളിൽ അല്ലെ, ഒരു 28,000 ഉള്ളിലൊക്കെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റേഷ്യോ നോക്കിയിട്ട് പല ആൾക്കാരും ആ ഡോക്ടർ എന്നൊരു സ്വപ്നം മാറ്റിവെക്കാറുണ്ട്. പക്ഷേ എൻ്റെ മക്കളവിടെ മനസ്സിലാക്കേണ്ടതാ, ഈ 23 ലക്ഷം പേരിൽ ഈ എല്ലാ ആസ്പിരൻസും കറക്റ്റ് മോഡിൽ അല്ലെങ്കിൽ ആ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കുമോ? അതല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പറയാൻ പറ്റും, ഏകദേശം ഒരു 2.5 ലക്ഷം to 3 ലക്ഷം ഇല്ലേ, 2.5 to 3 lakhs സ്റ്റുഡൻസ് മാത്രമാണ് ഈ എക്സാമിനും വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ. അപ്പം നമ്മുടെ കോമ്പറ്റീഷൻ ആ 3 ലക്ഷം കുട്ടികളിലേക്കാണ്. അപ്പോൾ ഈ 3 ലക്ഷത്തിൽ 30,000 ഉള്ളിലെത്തുക അല്ലെങ്കിൽ 20,000 ഉള്ളിലെത്തുക എന്ന് വെച്ചാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കറിയാം, അവിടെ സിലബസിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനോട് കൂടിയായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ വീട്ടിലാണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കുട്ടികളാവാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാവാം. നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. ആ കംഫർട്ട് സോൺ നമ്മളെ എനിമിയായിട്ട് മാറരുത്. അവിടെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ സിലബസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കറിയാം, പല കുട്ടികൾക്കും ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ കാണുമ്പോഴേക്ക് ചോദിക്കാറുണ്ട്, സാറേ വരുന്ന വർഷം CBT മോഡാണല്ലോ, അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക? അപ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണെന്നുള്ള കാര്യം നമുക്ക് നിലവിൽ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ പ്രിപ്പറേഷൻ എങ്ങനെയാണോ ഒരു നീറ്റ് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സിലബസ് ഏതാണോ അതനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാമെന്നുള്ളത്. സോ നമുക്ക് സിലബസ് നമുക്ക് അറിയുന്നതാണ്, നമുക്ക് NCERT അല്ലേ പക്ക നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നീറ്റ് 2027 പോകുന്ന സമയത്തും നമുക്ക് സിലബസിൽ വ്യത്യാസം വരാനൊന്നുമില്ല. എന്താണോ നമ്മൾ +1 +2 പഠിച്ചത് ആ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണല്ലേ. പക്ഷെ അതിൽ അപ്രോച്ച് ചെയ്യുന്ന ആ മെത്തേഡിലാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ചിലപ്പോൾ 1 തവണയും 2 തവണയും അല്ലെങ്കിൽ ആദ്യമായിട്ട് +2 കഴിഞ്ഞിട്ട് നീറ്റ് എക്സാമിനെ നേരിടാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഈ 3 സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കാം. ഞാൻ ആദ്യം ഫിസിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഫിസിക്സ് നിങ്ങൾ ഈവൻ ഒരു നീറ്റ് റിപ്പീറ്റർ, നീറ്റ് ആസ്പിരൻ്റ് 1 ടൈം എങ്കിലും ഒരു ചാപ്റ്റർ 1 തവണയെങ്കിലും വായിക്കണം എന്നാണ് പറയുക. 1 തവണയെങ്കിലും വായിക്കണം എന്നാണ് പറയുക. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1 തവണ വായിച്ചു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവില്ല. കാരണം NCERT അങ്ങനെയാണ്, NCERTൻ്റെ കിടപ്പ് അങ്ങനെയാണ്. ഫിസിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ്, ഒരു ക്ലാസ് കേട്ടതിന് ശേഷം നമ്മൾ വ്യക്തമായിട്ടുള്ള കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കേട്ടതിൻ്റെ ശേഷം നമ്മൾ പഠിച്ചാൽ മാത്രമേ, എന്നിട്ട് നമ്മൾ NCERT വായിച്ചാൽ മാത്രമേ നമുക്ക് ആ 1 ടൈം റീഡിങ് അല്ലെങ്കിൽ 2 ടൈം റീഡിങ്ങിലൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വേണം. നമ്മളൊരു ക്ലാസ് കാണുന്നു, അതിൻ്റെ NCERT സ്പെസിഫിക് അല്ലേ, അതായത് ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ വായിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ കെമിസ്ട്രി, ബയോളജി പോലെയല്ല ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള ഓരോ ടോപ്പിക്സ് നമ്മൾ പഠിച്ച് കഴിയുമ്പോഴും, നമ്മൾ ക്ലാസ് കേട്ട് കഴിയുമ്പോഴും അതിൽ ഇത്ര MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ എക്സാംസ് ഒക്കെ എഴുതാറില്ലേ, ആ എക്സാമിൽ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ശരിയാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ ആണല്ലോ. പക്ഷെ പല മക്കൾക്കും അവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് കഴിഞ്ഞ് സ്ട്രേറ്റ് ലൈനിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരികയാണ്.
നമ്മളൊരു 4-5 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാവിറ്റേഷൻ എത്തുമ്പോൾ കഴിഞ്ഞ ടോപ്പിക്സ് ഒക്കെ നമുക്ക് മറന്നു പോയിട്ടുണ്ടാവും. അതാണ് നമ്മളെല്ലാവരും അലട്ടല്. കാരണം ഒരു ചാപ്റ്റർ നമ്മൾ ഏത് സെൻറ്ററിലാണോ പഠിക്കുന്നത് അവിടെ നമ്മൾ എക്സാമിനേഷൻ നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് നമ്മൾ എത്താറുണ്ട്. പക്ഷെ ഒരുമിച്ച് ഒരു 10 ചാപ്റ്റർ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ തോറ്റു പോകുന്നു. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റിപ്പീറ്റഡ് റിവിഷൻ എന്നുള്ളൊരു നോട്ട് ചെയ്തോളൂ. റിപ്പീറ്റഡ് റിവിഷൻ എന്നുള്ളൊരു ടെക്നിക്ക് നിങ്ങൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. എന്താണ് റിപ്പീറ്റഡ് റിവിഷൻ? അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇതേ ചാപ്റ്ററിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞ ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ച യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്റർ ഇല്ലേടാ, അത് നിങ്ങളൊരു 20 മിനിറ്റ്സ് റിവിഷൻ നിങ്ങളെ ഫോർമുല ബുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങൾ ഫിസിക്സിൻ്റെ കേസിലും ഫിസിക്കൽ കെമിസ്ട്രിൻ്റെ കേസിലൊക്കെ നിങ്ങൾ ആ ഫോർമുല ചാർട്ടുകൾ കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് മാപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് 20 മിനിറ്റ് 30 മിനിറ്റ് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ 2ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. ഇനി 3ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോഴോ ആദ്യം കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സ് ഇല്ലേ, അത് അരമണിക്കൂർ മറച്ച് നോക്കിയിട്ട് അതിന് ശേഷമായിരിക്കണം 3ാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഇതാണ് റിപ്പീറ്റഡ് റിവിഷൻ എന്ന് പറയാം. അപ്പോൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 9 ചാപ്റ്റർ നിങ്ങളൊരു 2 മണിക്കൂർ ഏതെങ്കിലും ഒരു സമയം ആ വീക്കിൽ കാണേണ്ടി വരും. അത് മറച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ 10ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഓരോ ചാപ്റ്ററും എത്ര തവണ ഈ കുട്ടി റിവൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ നേരിടേണ്ടത്. അത് എല്ലാ സബ്ജക്റ്റിലും ഇതേപോലെയാണ്. ഇന്ന് ഞാൻ കെമിസ്ട്രി ക്ലാസ് എടുത്തു. അപ്പോൾ കെമിസ്ട്രി ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾ അന്നെടുത്ത് പഠിക്കൂലേ? അപ്പോൾ അന്നത്തത് പഠിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എന്തൊക്കെയാണോ പഠിച്ചത് അതൊരു 20 മിനിറ്റ്സ് മറിച്ച് നോക്കണം. എന്നിട്ട് വേണം ഇന്നെടുത്ത ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ. എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ഫിസിക്സിൻ്റെ ഒക്കെ കേസിൽ എത്ര കണ്ട് MCQ ചെയ്യുന്നോ അത്ര കണ്ട് നിങ്ങൾ അടിപൊളിയാവുന്നതാണ് പറയാം. അവിടെ ഇനി എത്ര MCQs ചെയ്യണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ശരിയല്ലേ? അത് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും അല്ലെ നമ്മളെ ഫാക്കൽറ്റീസ് ആയാലും അവരതിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് സംസാരിക്കും, തുടക്കത്തിൽ സംസാരിക്കും. അപ്പോൾ ആ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം എത്ര നമ്പർ ഓഫ് MCQs നമ്മൾ ചെയ്ത് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്കൽ കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും അതുപോലെ ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ അല്ലേ. എങ്ങനെയാണോ നമ്മൾ ബയോളജി NCERT വായിക്കല് അതുപോലെയാണ് നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി വായിക്കേണ്ടത്. ഇറ്റ്സ് ആൻഡ് എവ്രി ലൈൻ എവ്രി വേർഡ് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. എങ്ങനെയാണോ ഫിസിക്സ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതുപോലെയായിരിക്കണം ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഈവൻ നമ്മളെ നീറ്റ് എക്സാമിനേഷൻ ആണെങ്കിലും JEEൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫിസിക്സും അതുപോലെ JEE എക്സാമിനേഷന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിൻ്റെ ഒക്കെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് നിങ്ങളെ കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി നമ്മൾ തൊട്ടടുത്തത് ബയോളജിയിലേക്ക് നമ്മൾ വരികയാണ്. ബയോളജിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെ നമ്മൾ ഈ സമ്മറി അടക്കണം വായിക്കണം എന്നല്ല പറയാം അല്ലെ. നമ്മുടെ NCERTയിൽ ഏതൊക്കെ പേജസിൽ ഇപ്പോൾ യൂണിറ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ കൊടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം MCQസിലേക്ക് പോകാൻ. പക്ഷെ പല മക്കളും ചെയ്യാറ് ഈവൻ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, മണ്ടത്തരമല്ല, അവർ കാണിക്കുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ ഒരു ചാപ്റ്റർ പഠിച്ചത് കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചതാണ്, അതിന് മുന്നത്തെ വർഷം ഞാൻ പഠിച്ചതാണ്, ഈ ചാപ്റ്റർ എനിക്ക് അത്ര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവരത് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഞാൻ കാണാറുണ്ട്. പല മക്കളും ഈവൻ മുന്നൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പല മക്കളും ചില ക്ലാസ്സിലൊന്നും കയറാറില്ല. കാരണം എനിക്കറിയാമെന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയാണ്, ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. എടാ നമുക്ക് ഏതൊക്കെ എത്ര അറിയാമെന്ന് വെച്ചാലും നമ്മൾ അതിൽ 100% ചിലപ്പോൾ എന്തായിരിക്കില്ല, പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ക്ലാസ്സസ് ഏതാണോ നമുക്ക് അറിയുന്ന ടോപ്പിക്സ് ആണെങ്കിലും അറിയുന്ന ഭാഗങ്ങളാണെങ്കിലും അത് നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ബയോളജിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ഇച്ച് ആൻഡ് എവ്രി വേർഡ് നിങ്ങൾ NCERT ടോപ്പിക് വൈസ് നിങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ MCQs അന്ന് തന്നെ നിങ്ങൾ ചെയ്തു പഠിക്കുന്നു. സോ MCQസിനുള്ള ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പല മക്കളും ചെയ്യൽ ഒരുപാട് മെറ്റീരിയൽസിൽ റെഫർ ചെയ്യും. എന്തിനാണ്? എടാ നമുക്ക് NCERT ഉണ്ട്, നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാം. ഒറ്റ മെറ്റീരിയൽ ലിമിറ്റ് ആക്കൂ. നമ്മൾ പഠിക്കുന്ന ടേബിളിൽ നമ്മുടെ മേശയിൽ ആ ഒരു NCERT ടെക്സ്റ്റ് ബുക്കും അതിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മെറ്റീരിയലും മാത്രം മതി. പക്ഷെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താണ്? റിപ്പീറ്റഡ് റിവിഷൻ. അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈവൻ ഫിസിക്സ് കെമിസ്ട്രിൻ്റെ കേസിൽ നമുക്ക് JEEലേക്കൊക്കെ പോവാം അല്ലെ. JEEൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്തു നോക്കുന്നത് നല്ലതാണ്, നമ്മളെ കോൺസെപ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പല മക്കളും ഫിസിക്സ് തിയറി പഠിച്ചാലും ക്ലാസ് അറ്റൻഡ് ചെയ്താലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ചാപ്റ്ററിലുള്ള ഏതൊക്കെ ഒരുപാട് ടൈപ്പ് MCQs പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ MCQ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടൂല. അപ്പോൾ നമ്മൾ അതിൻ്റെ തിയറിയിലേക്ക് പോകുന്നു, അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ആ ആൻസർ കിട്ടിയത് അത് നമ്മൾ ചെയ്തു നോക്കുന്നു. അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ. അപ്പം നിങ്ങൾ ഈ ഒരു വർഷത്തിൽ ഒരുപാട് എക്സാമിനേഷൻ നിങ്ങൾ ഡെയിലിയും വീക്കിലും ഒക്കെ നിങ്ങൾ എഴുതാൻ പോകുന്ന മക്കളാണ്.
അല്ലേ? ആ എക്സാമിനേഷന് സ്കോർ കുറഞ്ഞാലും നിങ്ങൾ അവിടെ തളരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനല്ലേ? അല്ലേടാ? അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ എക്സാമിനേഷൻ കഴിഞ്ഞ അന്ന് തന്നെ നിങ്ങളത് മിസ്റ്റേക്സ് അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ തെറ്റിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്, അത് അന്ന് തന്നെ ചെയ്തു പഠിക്കാം. ഇതേ ചോദ്യങ്ങൾ അടുത്ത എക്സാമിനേഷൻ ചോദിക്കുമ്പം നമുക്ക് ശരിയാക്കാൻ പറ്റണം. ഈ ഒരു വർഷം, ഈ വരാൻ പോകുന്ന ഈ ഒരു 2027 മെയ് മാസം അല്ലെ ആ ഏപ്രിൽ മാസം വരെ ഈ ഒരു കറക്റ്റ് പാറ്റേണിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. നീറ്റിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആദ്യത്തെ ഓൾ ഇന്ത്യ റാങ്കിൽ 100ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഒരു കൺസിസ്റ്റൻസിയോട് കൂടി അല്ലേ, അതായത് ഒരു ഗ്യാപ്പ് പോലും വരാതെ. ഇനി ചിലപ്പോൾ ഗ്യാപ്പ് വന്നേക്കാം. കാരണം ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, സാറേ ഞാൻ പഠിച്ച് അങ്ങ് ലെവലിൽ എത്തിയിട്ട് എന്താ ചെയ്യാന്ന്. എടാ, ഒരു നീറ്റ് ആസ്പിരന്റിനെ സംബന്ധിച്ച നീറ്റ് ആസ്പിരന്റ് മാത്രമല്ല, ഒരു കോമ്പറ്റേറ്റീവ് ആസ്പിരന്റിനെ സംബന്ധിച്ച്, എക്സാമിനെ നേരിടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഗ്രാഫ് ഇങ്ങനെയാ പോവുക. ഒരു അപ്പ് ഉണ്ടാവും, പഠിച്ച് പീക്കിലെത്തും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 2 days റെസ്റ്റ് എടുക്കണം. വീണ്ടും എന്ത് ചെയ്യണം? അടുത്തതിലേക്കുള്ള കാര്യങ്ങൾ അല്ലെ, അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ത്രൂ ഔട്ട് നമ്മളെ ഗ്രാഫ് പോകുന്നുണ്ടാവുക. അങ്ങനെ തന്നെയാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. സോ ഇനിയും ആൻസർ കീ കാര്യങ്ങളൊക്കെ നോക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങാനുള്ള സമയമായിട്ടുണ്ട്. സോ റിസൾട്ട് വെയിറ്റ് ചെയ്ത മക്കൾക്കും ഞാനൊരു ഓൾ ദി ബെസ്റ്റ് പറയുന്നു മക്കൾസ്. സോ നമുക്ക് കാണാം. ഓക്കെ, ബൈ.